നമ്മളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രൈവസിയെയും മറ്റും സേവ് ചെയ്യുന്നതിനും നമ്മുടെ ഡേറ്റ സേവ് ചെയ്യുന്നതിനും ചാനലുകളെ മാനേജ് ചെയ്യുന്നതിനൊക്കെ കുറച്ചധികം സെറ്റിംഗ്സ് യൂട്യൂബിൽ തന്നെ തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത്തരം കാര്യങ്ങൾക്കായി വീഡിയോ കാണുന്ന ആൾക്കാർ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ മുകളിലായി നിങ്ങൾക്കിവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മളിതിൽ നിന്നും നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ആദ്യമായി പോകുന്നത്. ഇവിടെ ആദ്യം തന്നെ കാണുന്ന ആ ഷെഡ്യൂൾഡ് ഡൈജസ്റ്റ് എന്നുള്ളത് നിങ്ങളൊരു ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന മറ്റുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളൊരു പഠിക്കുന്നൊരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻസ് വന്ന് നിങ്ങൾക്ക് ശല്യം ചെയ്യുന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ ഇതിന് കൃത്യമായ ടൈം നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മാത്രം നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെ നമ്മളിപ്പോൾ ഇത് ഓണായി കിടക്കുകയാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഇതായി ഷെഡ്യൂൾഡ് എന്നുള്ള ഈ ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡെലിവറി ടൈം എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ എത്ര മണിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ സമയം ഇവിടെ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ എനിക്ക് 8 മണിക്കാണ് എല്ലാ നോട്ടിഫിക്കേഷനും വരേണ്ടതുണ്ടെങ്കിൽ ഞാൻ അവിടെ 8 മണി എന്നുള്ളത് കൊടുത്ത് ഓക്കെ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് അനാവശ്യമായ ഓരോ സമയത്തുള്ള നോട്ടിഫിക്കേഷൻ കാരണം നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത്. തുടർന്ന് അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് ഈ നോട്ടിഫിക്കേഷൻ. നമ്മളൊരു മീറ്റിങ്ങിലോ മറ്റിരിക്കുന്ന സമയത്ത് നമ്മുടെ സമയം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നു വിചാരിക്കുക. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മൊബൈൽ പോക്കറ്റിലുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഡിസേബിൾ സൗണ്ട്സ് ആൻഡ് വൈബ്രേഷൻസ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓഫ് ചെയ്തിടുക. ഇങ്ങനെ ഓഫ് ചെയ്തിരുന്നതുകൊണ്ടുള്ള ഗുണം, നിങ്ങൾക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് കയറി ഈ യൂട്യൂബിൻ്റെ സെറ്റിംഗ്സിൽ കയറി ഇതങ്ങ് ഓഫ് ചെയ്തിട്ടാൽ യൂട്യൂബിൽ നിന്നുള്ള ഒരു നോട്ടിഫിക്കേഷനും സൗണ്ടോ വൈബ്രേഷനോ നിങ്ങൾക്ക് ഉണ്ടാകില്ല. കൂടാതെ ഇത് നിങ്ങൾക്ക് അല്ലാതെയും സെറ്റ് ചെയ്യാം. അതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയായി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ആ ഡിസേബിൾ സൗണ്ട്സ് ആൻഡ് വൈബ്രേഷൻ എന്നതിൻ്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം എന്നിങ്ങനെ 2 ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഡിസേബിൾ ചെയ്ത് വെക്കേണ്ട സൗണ്ടിൻ്റെ സ്റ്റാർട്ടും എൻഡും ടൈമാണ് ഇവിടെ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ രാവിലെ അല്ലെങ്കിൽ രാത്രി 10 മണി തൊട്ട് രാവിലെ 8 മണി വരെ എനിക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്ന് സൗണ്ടോ വൈബ്രേഷനോ ഉണ്ടാവണ്ട എന്നുള്ളതിനായി ഞാനിപ്പോൾ ഇവിടെ 10 മണി എന്നുള്ളത് സെലക്ട് ചെയ്ത് തൊട്ട് താഴെയായി 8 മണി എന്നുള്ളതും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിസേബിൾ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നുള്ളത് എനേബിൾ ആയിട്ടുണ്ട്, ഓണായി കിടക്കുകയാണ്. അപ്പോൾ നമുക്കിനി രാത്രി 10 മണിക്ക് ശേഷം രാവിലെ 8 മണി വരെ യൂട്യൂബിൽ നിന്നുള്ള ഒരു സൗണ്ടോ വൈബ്രേഷനോ നമുക്ക് ഉണ്ടാകില്ല. അപ്പോൾ ഇതും നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള 2 ഫീച്ചറുകളാണ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരിക, ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെയായി കുറച്ച് താഴേക്കായി പോകുമ്പോൾ ഇവിടെ നമ്മുടെ മൊബൈൽ ഡേറ്റ വളരെ കുറച്ച് മാത്രമുള്ള അല്ലെങ്കിൽ ഒരു ദിവസം 1 GB 2 GB മാത്രം ഉള്ളൊരു സമയത്ത് യൂട്യൂബിൽ ഒരുപാട് ഡേറ്റ കൺസംഷൻ നടക്കുമെന്നുള്ളത് കൊണ്ട് ഇത് ഒഴിവാക്കുന്നതിനായി നമുക്കിവിടെ വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് നിങ്ങളായി കാണുന്ന ഡേറ്റ സേവർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലോവർ പിക്ചർ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോ കാണുന്നതിനായി സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ ഡേറ്റ സേവ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ഇതുപോലെ എനേബിൾ ചെയ്യുന്നതിനായി സാധിക്കുന്നതാണ്. ഇനി ഇതിന് തൊട്ട് താഴെയുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കുക, ഈ പ്ലേ ബാക്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചില സമയത്ത് നമുക്ക് വളരെ അനാവശ്യമായി തോന്നാറുണ്ട്. കാരണം ഒരു വീഡിയോ നമുക്കൊരു എന്തെങ്കിലും ആവശ്യത്തിന് സെർച്ച് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആയിരിക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ തൊട്ട് പുറകെ അടുത്ത വീഡിയോ കൂടി പ്ലേ ആവുന്നൊരു ഓപ്ഷനാണ്. ഇത് നമ്മുടെ ഡേറ്റയെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്ലേ ബാക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയായി നിങ്ങൾക്കിത് ഓണായാണ് കിടക്കുന്നതെങ്കിൽ ഇതിനെ ഒന്ന് ഓഫ് ചെയ്തിടുക. ഓട്ടോ പ്ലേ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നിങ്ങളിൽ ഓണായാണ് കിടക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കായി അടുത്ത വീഡിയോയിലേക്ക് പ്ലേ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഒന്ന് ഓഫ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓട്ടോമാറ്റിക്കായി പ്ലേ ആയി പോകാതെ നമുക്ക് തന്നെ അതിനെ നെക്സ്റ്റിലേക്ക് കൊടുത്താൽ മാത്രം ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഓട്ടോ പ്ലേ ബാക്ക് എന്നുള്ളതിനെ ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ എന്നുള്ളതിനെ നിങ്ങൾ ഓഫ് ചെയ്ത് ഇട്ടു. ഇത്രയുമാണ് ഇവിടെ ചെയ്തു വയ്ക്കേണ്ടത്. നമ്മളിവിടെ ഇപ്പോൾ വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്നുള്ള ഈ ഒരു സെറ്റിംഗ്സ് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ ഡേറ്റ സേവിംഗ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി യൂട്യൂബ് ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒട്ടും ഡേറ്റ ഇല്ലാത്ത, നിങ്ങൾ ഒരിക്കലും വൈഫൈ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഡേറ്റയിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് വളരെ പ്രയോജനകരമായിരിക്കും. അതിനായി നമുക്ക് ഈ ഡേറ്റ സേവിംഗ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം, ഡേറ്റ സേവിംഗ് എന്നുള്ളത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ സേവിംഗ് മോഡ് എനേബിൾ ചെയ്താൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വ്യത്യാസം വരുന്നതെന്ന് ഇവിടെയായി കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡേറ്റ സേവിംഗ് മോഡ് ഓൺ ചെയ്യുന്നതിൽ കൂടി വ്യത്യാസം വരും. അതായത് റെഡ്യൂസ് വീഡിയോ ക്വാളിറ്റി മാറും, ഡൗൺലോഡ് ക്വാളിറ്റി മാറുന്നു, ചില കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് റെസ്ട്രിക്റ്റ് ചെയ്യും, വൈഫൈയിൽ മാത്രം വരുന്ന രീതിയിൽ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇവിടെയായി ഡേറ്റ സേവിംഗ് മോഡ് എന്നുള്ളതിനെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഡേറ്റ സേവിംഗ് മോഡ് എന്നുള്ളത് എനേബിൾ ചെയ്യാം.
ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് എനേബിൾ ആയി. അപ്പോൾ ഡാറ്റ സേവിംഗ് മോഡ് ഇപ്പോൾ എനേബിൾ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് ഡാറ്റ സേവിംഗ് മോഡ് എനേബിൾ ചെയ്തിട്ടുകൊണ്ട് നിങ്ങളുടെ ഡാറ്റ ലാഭിക്കുന്നതിനായുള്ള ഈ ഒരു ഓപ്ഷനും നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ തുടർച്ചയായി വീഡിയോ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്നതിന് കൂടുതൽ അല്ലെങ്കിൽ ഇതിനകത്തുള്ള പല കാര്യങ്ങൾ നോക്കാൻ ഒരുപാട് സമയം യൂട്യൂബ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു ബ്രേക്ക് തരണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ നിങ്ങളെ അത് നിർത്തുന്നതിനായി ഉപദേശിക്കും. അതിനൊരു ഓപ്ഷനുണ്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സെറ്റിംഗ്സിൻ്റെ ഓപ്ഷനിൽ നിന്നും നമ്മൾ ഇവിടെ കാണുന്ന ഈ ജനറൽ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് ആ ജനറൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജനറൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായി കാണാം റിമൈൻഡ് ടു ടേക്ക് എ ബ്രേക്ക് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഇത് നമ്മളൊന്ന് ഓൺ ചെയ്യണം. ഇത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിനൊന്ന് എനേബിൾ ചെയ്യുന്നു. ഈ എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എത്ര ടൈമിനകത്ത് നിങ്ങളെ ബ്രേക്ക് എടുക്കാൻ ഓർമ്മിപ്പിക്കണം എന്നുള്ളത് ഇവിടെ കാണിക്കും. നമുക്ക് വേണമെങ്കിൽ ഇത് കസ്റ്റമൈസ് എന്നുള്ളതിലേക്കാണ് കൊടുക്കണമെങ്കിൽ ഈ ടൈം കൂടെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു 3 മണിക്കൂർ കഴിഞ്ഞ് മതിയെങ്കിൽ 3 മണിക്കൂർ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ ആണെങ്കിൽ 1 മണിക്കൂർ എന്നുള്ളത് കൊടുത്ത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു യൂട്യൂബിൻ്റെ വീഡിയോയോ മറ്റൊരു കണ്ടുകൊണ്ടിരിക്കുന്ന 1 മണിക്കൂർ ആവുന്ന സമയത്ത് നിങ്ങളെ ഇത് ഓർമ്മിപ്പിക്കും. നിങ്ങൾക്ക് 1 മണിക്കൂർ ആയിരിക്കുന്നു, കുറച്ച് നേരം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ സമയമായി എന്ന് ഓർമ്മിപ്പിക്കുന്നതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അതിന് തൊട്ട് താഴെയായി വേറൊരു ഓപ്ഷൻ നിങ്ങൾ കാണുവാൻ സാധിക്കും. ഇവിടെ കാണാം റിമൈൻഡ് മീ വെൻ ഇറ്റ്സ് ബെഡ് ടൈം. അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് കിടക്കാനുള്ളതെന്ന് ആ സമയം നിങ്ങൾക്ക് ഇവിടെ നിർദ്ദേശിക്കാം. നിങ്ങൾ എത്ര മണിക്കാണ് കിടക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കിടക്കുന്ന രാത്രി 11 മണിക്കാണെങ്കിൽ നിങ്ങൾക്ക് 11 മണി സെറ്റ് ചെയ്ത് കൊടുക്കുക. രാവിലെ 5 മണി വരെ എന്നുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 11 മണി മുതൽ 5 മണി വരെയാണ് നിങ്ങളുടെ ബെഡ് ടൈം എന്നുള്ളത് യൂട്യൂബിന് മനസ്സിലാക്കുവാൻ സാധിക്കും. എത്ര ടൈം നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്നുള്ളതും നിങ്ങൾക്കൂടെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി യൂട്യൂബ് അത്രയും സമയം നിങ്ങളെ ഉപദ്രവിക്കാതെ മാറി നിൽക്കും. ഇനി മറ്റൊരു വളരെ രസമുള്ള ഒരു ഫീച്ചറാണ്. നമ്മളെപ്പോഴും ഇന്ത്യയിലാണ് യൂട്യൂബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കെപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പാകിസ്ഥാനും ഇന്ത്യയിലെ കാര്യങ്ങളായിരിക്കും നമുക്ക് കാണിച്ചു തരിക. നമുക്കൊന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജനറൽ എന്ന ഈ ഒരു ഓപ്ഷൻ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ സെറ്റിംഗ്സിൽ നിന്നും ജനറൽ എന്നുള്ള ഓപ്ഷനിൽ വന്നതാ ഇവിടെയായുള്ള ഈ ലൊക്കേഷൻ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് മാറ്റിയിടാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് രാജ്യമാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, നിങ്ങളിവിടെ നിന്നും ഇപ്പോൾ ഞാനിവിടെ ഒരു രാജ്യം സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം ഞാൻ നേപ്പാൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്ന രാജ്യം നേപ്പാളാണെന്ന് വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ നേരെ തിരിച്ചു പോയി. ഇനി നമ്മുടെ യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മളെ ട്രെൻഡിങ് എന്നുള്ള ആ ഓപ്ഷൻ ഇവിടെ ട്രെൻഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി നമുക്കിവിടെ വരുന്നത് നേപ്പാളിലുള്ള കാര്യങ്ങളായിരിക്കും ട്രെൻഡിങ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ട്രെൻഡിങ് മാറി വരുന്നതിനായി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ രാജ്യം മാറി നേപ്പാൾ എന്നുള്ള രാജ്യത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് മാറി. ഇതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സിൽ നിന്നും ആ ജനറലിലേക്ക് വന്നതിന് ശേഷം ഈ ലൊക്കേഷൻ എന്നുള്ള മാറ്റി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് മാറി നിങ്ങൾക്ക് കാണുന്നതിനായി സാധിക്കുന്നതാണ്. അപ്പോൾ ആ ലൊക്കേഷനുള്ള കാര്യങ്ങളും അവിടുത്തെ പ്രിഫറൻസും ആയിരിക്കും കൂടുതലായി യൂട്യൂബ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് നോക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് മാറി വരുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ടെക്നോളജി പരമായിട്ട് അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം ഫ്രണ്ട്സ്.